20-ാം നൂറ്റാണ്ടിലെ 3 വലിയ യുദ്ധങ്ങൾ നമ്മുടെ ഇന്നത്തെ ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇവ മൂന്നും വെവ്വേറെ സംഭവങ്ങളായി തോന്നാം. പക്ഷെ സത്യത്തിൽ ഇവയെല്ലാം ഒരു വലിയ കഥയുടെ ഭാഗങ്ങളാണ്. അപ്പോ നമുക്ക് ആ കഥയൊന്ന് ചുരുളഴിച്ചു നോക്കിയാലോ? ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, പിന്നെ ശീതയുദ്ധം. ഈ 3 സംഘർഷങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയത്തെയും നമ്മുടെ സമൂഹത്തെയും ടെക്നോളജിയെയും ഒക്കെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? വാ, നമുക്കിതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാം. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിയേ. 1914 ഒന്നാം ലോകമഹായുദ്ധത്തോടെ തുടങ്ങി 1991 ശീതയുദ്ധം അവസാനിക്കുന്നതുവരെ, അതായത് ഏതാണ്ട് 77 വർഷം നീണ്ടുനിന്ന ഒരുതരം സംഘർഷങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു അത്. ഈ 3 യുദ്ധങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മനസ്സിലാക്കാൻ ഈ കാലക്രമം നമ്മളെ സഹായിക്കും. അപ്പോ ഈ കഥ തുടങ്ങുന്നത് 1914 കേട്ടോ, അതിനും ഒരുപാട് മുൻപാണ്. ഇതിനൊക്കെ ശരിക്കുള്ള കാരണം കിടക്കുന്നത് കൊളോണിയലിസത്തിലാണ്. ലോകം പിടിച്ചടക്കാനുള്ള യൂറോപ്യൻ ശക്തികളുടെ ആ ഒരു മോഹം, അവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോ എന്താണ് ഈ കൊളോണിയലിസം? സിമ്പിളായിട്ട് പറഞ്ഞാൽ, യൂറോപ്പിലെ കുറച്ചു രാജ്യങ്ങൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്നു. എന്തിനാ? അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കാൻ, പിന്നെ അവരുടെ സാധനങ്ങൾ വിൽക്കാനുള്ളൊരു മാർക്കറ്റാക്കി മാറ്റാൻ. സംഭവം ഇത്രയുള്ളൂ. അപ്പോ ഇതിന്റെ പ്രധാന കാരണം അധികാരത്തിനു വേണ്ടിയുള്ള ഒരു വടംവലി തന്നെയായിരുന്നു. ഒരു വശത്ത് ബ്രിട്ടനും ഫ്രാൻസും പോലുള്ള പഴയ ചേട്ടന്മാർ, മറുവശത്ത് ജർമ്മനിയും ഇറ്റലിയുമൊക്കെയായി പുതിയ കളിക്കാർ രംഗത്തേക്ക് വരുന്നു. സ്വാഭാവികമായും ഒരു ക്ലാഷ് ഉറപ്പല്ലേ? പോരാത്തതിന് അസംസ്കൃത വസ്തുക്കൾക്കു വേണ്ടിയുള്ള ഓട്ടവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ കാര്യസാധ്യത്തിനായി യുദ്ധം ചെയ്യാൻ പറഞ്ഞയച്ചു. അങ്ങനെ ഒരു തീപ്പൊരിക്കു വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ലോകം. ആ സാഹചര്യത്തിലാണ് ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതൊരു സാധാരണ യുദ്ധം മാത്രമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി നിലനിന്നിരുന്ന വലിയ സാമ്രാജ്യങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതിന്റെ തുടക്കമായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തീപ്പൊരിക്കു വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. ആ തീപ്പൊരി വീണത് ഓസ്ട്രിയ ഹംഗറിയിലെ കിരീടാവകാശിയായ ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകത്തോടെയാണ്. ഒറ്റ സംഭവം, അതോടെ ലോകം യുദ്ധത്തിലേക്ക് എടുത്തു ചാടി. അന്നിതിനെ ദ ഗ്രേറ്റ് വാർ അഥവാ മഹായുദ്ധം എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. കാരണം അതുപോലെ ഒന്ന് ലോകം മുൻപ് കണ്ടിട്ടേയില്ലായിരുന്നു. ദിവസങ്ങളോളം, മാസങ്ങളോളം കിടങ്ങുകളിൽ ഒളിച്ചിരുന്നുള്ള യുദ്ധം, പിന്നെ വിഷവാതകങ്ങൾ പോലുള്ള പുതിയതരം മാരകായുധങ്ങൾ, അതൊക്കെ യുദ്ധത്തിന്റെ ഭീകരത എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചു. ഒടുവിൽ 1918 ജർമ്മനിയുടെ കീഴടങ്ങളോടെ ആ അധ്യായം അവസാനിച്ചു. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധം തീർന്നപ്പോൾ എല്ലാവരും കരുതിയത് സമാധാനമായെന്നാണ്. തെറ്റ്. സത്യത്തിൽ അത് അതിലും വലിയ, അതിലും ഭീകരമായൊരു യുദ്ധത്തിനുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്ന്. ഒന്നാം ലോകമഹായുദ്ധം എങ്ങനെ രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായി എന്നല്ലേ? നോക്കൂ, യുദ്ധം തോറ്റ് ജർമ്മനിയുടെ മേൽ വിജയിച്ച രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ച വ്യവസ്ഥകൾ വളരെ കഠിനമായിരുന്നു. ആ ഒരു അപമാനത്തിൽ നിന്നാണ് ഹിറ്റ്ലറെ പോലെ ഒരു ഏകാധിപതി അവിടെ വളർന്നുവരുന്നത്. അതുപോലെ പഴയ സാമ്രാജ്യങ്ങൾ തകർന്നപ്പോൾ ഉണ്ടായ ഒരു പവർ ഗ്യാപ്പില്ലേ, ആ ശൂന്യത നികത്താൻ പുതിയ ശക്തികൾ മത്സരിച്ചതും മറ്റൊരു യുദ്ധത്തിനു വഴിവെച്ചു. അങ്ങനെ 1939 ഹിറ്റ്ലറുടെ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി. ഇത് ലോകചരിത്രത്തിലെ ഏറ്റവും മാരകമായ യുദ്ധമായിരുന്നു. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹോളോകോസ്റ്റ്, പിന്നെ യുദ്ധം അവസാനിപ്പിക്കാനായി ഹിരോഷിമയിലും നാഗസാക്കിയിലും പ്രയോഗിച്ച അണുബോംബുകൾ, ഇതൊക്കെ ആ യുദ്ധം ലോകത്തിന് നൽകിയ ഉടങ്ങാത്ത മുറിവുകളാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ ചിത്രം ആകെ മാറി. യൂറോപ്പിലെ പഴയ ശക്തികളെല്ലാം തകർന്ന തരിപ്പണമായി. ആ ശൂന്യതയിലേക്ക് 2 പുതിയ സൂപ്പർ പവറുകൾ കടന്നുവന്നു, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഇതോടെ ലോകം പുതിയൊരു തരം യുദ്ധത്തിലേക്ക് കടന്നു. അതാണ് ശീതയുദ്ധം അഥവാ കോൾഡ് വാർ. അതായത് ലോകം 2 ടീമായി തിരിഞ്ഞു. ഒരു ടീമിന്റെ ക്യാപ്റ്റൻ അമേരിക്ക, അവരുടെ ആശയം ക്യാപിറ്റലിസം. മറു ടീമിന്റെ ക്യാപ്റ്റൻ സോവിയറ്റ് യൂണിയൻ, അവരുടെ ആശയം കമ്മ്യൂണിസം. ഈ 2 ആശയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു, ഒരു പോരാട്ടമായിരുന്നു ശീതയുദ്ധമെന്നു പറയുന്നത്. ഇതിനെന്താ തണുത്ത യുദ്ധം എന്ന് പേര് വന്നതെന്നറിയാവോ? കാരണം അമേരിക്കൻ സോവിയറ്റ് സൈനികർ നേരിട്ട് ഒരിടത്തും ഏറ്റുമുട്ടിയില്ല. പകരം പോരാട്ടം നടന്നത് മറ്റു പല രീതിയിലായിരുന്നു. ആരാദ്യം ബഹിരാകാശത്തെത്തുമെന്ന് മത്സരിച്ചു, അതിനെ നമ്മൾ സ്പേസ് റേസ് എന്ന് വിളിക്കും. പിന്നെ ആയുധങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടുള്ള മത്സരം,
ചാരന്മാരെ ഉപയോഗിച്ചുള്ള കളികൾ, അങ്ങനെ പലതും. ഒടുക്കം 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ ആ ഒരു യുഗത്തിനും അവസാനമായി. ശരി, അപ്പോ ഈ 3 യുദ്ധങ്ങളും കഴിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ലോകത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? എന്തൊക്കെയായിരുന്നു ഇതിന്റെ എല്ലാം അനന്തരഫലങ്ങൾ? വാ, നമുക്ക് നോക്കാം. യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഓർമ്മ വരിക, അല്ലേ? പക്ഷേ അതിൽ നിന്ന് ചില നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, പുരുഷന്മാർ യുദ്ധത്തിന് പോയപ്പോൾ സ്ത്രീകൾ ഫാക്ടറികളിലും ഓഫീസുകളിലും ജോലിക്ക് കയറി. അത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയൊരു തുടക്കമിട്ടു. പിന്നെ ഇനിയൊരു ലോകമഹായുദ്ധം വേണ്ടേ എന്ന തീരുമാനത്തിൽ നിന്നാണ് ഐക്യരാഷ്ട്രസഭ അഥവാ UN ഉണ്ടാകുന്നത്. അതുപോലെ പെൻസിലിൻ, കമ്പ്യൂട്ടറുകൾ, എന്തിന് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിന്റെ തുടക്കം പോലും ഈ യുദ്ധകാലത്തെ കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ്. രാഷ്ട്രീയമായി പറഞ്ഞാൽ ലോകത്തിന്റെ പവർ ബാലൻസ് തന്നെ മാറിമറിഞ്ഞു. ഒരു കാലത്ത് ലോകം ഭരിച്ചിരുന്ന ബ്രിട്ടനും ഫ്രാൻസും പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെറും നിഴലുകളായി മാറി. ആ സ്ഥാനത്തേക്ക് പുതിയ 2 ബിഗ് ബോസുമാർ വന്നു: അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഈ യൂറോപ്യൻ ശക്തികൾ ദുർബലമായതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമെന്താണെന്നറിയാമോ? സ്വാതന്ത്ര്യം. അതെ, ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒരുപാട് രാജ്യങ്ങൾ കോളനി ഭരണത്തിൽ നിന്നും മോചിതരായത് ഈ സമയത്താണ്. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. അതുപോലെ സാമ്പത്തികമായും ലോകം മാറി. യുദ്ധങ്ങൾ കാരണം അമേരിക്ക ഒരു വൻ സാമ്പത്തിക ശക്തിയായി. അതിന്റെ ഫലമായിട്ടാണ് അമേരിക്കൻ ഡോളർ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറൻസിയായി മാറിയത്. ആ ഒരു സ്ഥാനം ഡോളറിനിന്നുമുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോ ഈ നൂറ്റാണ്ട് നീണ്ട സംഘർഷങ്ങളുടെ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഒരു യുദ്ധം മറ്റൊരു യുദ്ധത്തിന് എങ്ങനെ വഴിവെക്കുന്നുവെന്നും അതിന്റെയൊക്കെ ഫലം തലമുറകളോളം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു. അപ്പൊ ചോദ്യമിതാണ്: ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സമാധാനമുള്ളൊരു ഭാവിയുണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു.